brought by Maru Sambus. ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത് മിനി വ്ളോഗാണ്. ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിതിൽ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ രാവിലത്തെ കാപ്പിക്ക് കുടിച്ചതിന് ശേഷം ചോറിനുള്ള കറിക്ക് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിയലിന് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തട്ടിക്കൂട്ട് ഒരു വിഴുക്കുവരട്ടി തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ബാക്കി വരുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ, ഈ വെണ്ടയ്ക്ക, ക്യാബേജ്, അങ്ങനെയൊക്കെയുള്ള അല്ലറ ചില്ലറ എല്ലാം കൂടെ ഇട്ട്, കത്തിരിക്ക, അങ്ങനെ എല്ലാം കൂടെയൊക്കെ ഇട്ടൊരു വിഴുക്കുവരട്ടി സെറ്റാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വങ്കട മീനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിയലിനുള്ളതെല്ലാം ഞാൻ പാകമാവാൻ വേണ്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ സവാളയും ഒരു പച്ചമുളകും കൂടെ കീറിയിടാറുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വിഴുക്കുവരട്ടിനായിട്ടുള്ളതായിരുന്നു. അങ്ങനെ എണ്ണ ചൂടായപ്പോൾ കടുകും മുളകും കൂടെ ഇട്ട് തളിച്ചതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതിൽ ഒരു 2-3 ഐറ്റംസ് ഉണ്ടായിരുന്നു. ക്യാബേജ്, കത്തിരിക്ക, ക്യാരറ്റ്, വെണ്ടയ്ക്ക, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടെ ഞാൻ വിഴുക്ക് വരട്ടാമെന്ന് വിചാരിച്ച് അത് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ ഇളക്കി, ഞാൻ വെള്ളം ഒഴിക്കാറില്ല കേട്ടോ. വെള്ളം ഒഴിക്കാറോ ഒന്നുമില്ല. ഉപ്പിട്ടിട്ട് നല്ലതുപോലെ തത്തിപ്പൊത്തി ഒന്ന് അടച്ചു വയ്ക്കുകയാണ് ചെയ്യണത്. അത് ആവിയിലിരുന്നങ്ങ് സെറ്റായിക്കോളും. എനിക്കാണെങ്കിൽ എന്തൊക്കെ കറികളുണ്ടെങ്കിലും ഈ വിഴുക്ക് പുരട്ടി അല്ലെങ്കിൽ തോരനും ഇല്ലെങ്കിൽ എനിക്കൊരു എന്തോ പോലെ തോന്നും. അതായത് ഈ അവിയലായാലും ഇപ്പോൾ മരിച്ചീനി, അവിയൽ, ചക്ക, ഇതൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു തോരനോ അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടിയോ വേണം. ആ ചക്കയും മീൻകറിയും കൂട്ടി ചോറിന് അതങ്ങനെ എനിക്ക് പറ്റത്തില്ല. എനിക്ക് തോരൻ, സൈഡായിട്ട് തോരൻ വേണം. അങ്ങനെയാണ്. അപ്പോൾ വിഴുക്ക് പുരട്ടി ഇതാ ഇവിടെ അര വേവാകുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് തേങ്ങയും കറിവേപ്പിലയും കൂടെ ഇട്ട് ഇളക്കിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓവർ വേവാത്തതാണ് നല്ലത്. മെഴുക്ക് പുരട്ടി ഞാൻ എപ്പോഴും ഒരു അര വേവാകുമ്പോഴത്തേക്കും ഓഫ് ചെയ്യുകയാണ് ചെയ്യണത്. പിന്നെ അതിനൊക്കെ ശേഷം മീനിനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനിന് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കടുകിട്ട് താളിച്ച് അത് പൊട്ടുമ്പോഴത്തേക്ക് കൊച്ചുള്ളി അരിഞ്ഞതും കൂടെയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് നല്ലതുപോലെ വഴറ്റി ആ കൊച്ചുള്ളി ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഇതെല്ലാം കൂടെ ഒഴിച്ച് അതിനുശേഷം അത് അരപ്പൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചേർക്കാനുള്ളത് ചേർത്ത് കൊടുക്കുക. അതായത് മുരിങ്ങക്ക, ഉണ്ടമുളക്, പിന്നെ എന്തായിരുന്നു, കറിവേപ്പില, ഇതെല്ലാം കൂടിയാണ് ഞാൻ ആഡ് ചെയ്തത്. അതിനുശേഷം പിന്നെ അവിയൽ അപ്പോഴത്തേക്ക് വെന്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിയലിനൊക്കെ അരപ്പിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനിന് അരപ്പ് തിളച്ചപ്പോഴത്തേക്ക് മീൻ കഷ്ണങ്ങൾ പറക്കി ഇട്ട് കൊടുത്തു. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കണം. അപ്പോൾ അതവിടെ ഇരുന്നങ്ങ് വെന്തോളും. ഗ്യാസ് പരിവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അത് കുറച്ച് നേരം അവിടെ ഇരുന്നോളും. അപ്പോൾ ആവിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അരപ്പിട്ടതിന് ശേഷം. അങ്ങനെ അത് ഒന്ന് തത്തിപ്പൊത്തി ഇളക്കിയൊക്കെ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം കേട്ടോ. ഇതിപ്പം പരിവായിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ആവി വരുമ്പോൾ അതങ്ങ് ഓഫ് ചെയ്യണം ഞാൻ ചെയ്യണത്. കുറച്ചൊരു കൂടെ ഒഴിച്ചൊഴിക്കുമ്പോൾ അവിയലിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. മീൻ കറിയൊക്കെ ഇവിടെ റെഡിയായി. അപ്പോൾ ഞാൻ കുറച്ച് തുണികൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് വിരിച്ചിട്ട് വന്നിരുന്നു. പിന്നെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2-3 ദിവസത്തെ തുണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ ഒത്ത് കഴിവാമെന്ന് വിചാരിച്ചു. ഇന്നലെ കറണ്ടില്ലായിരുന്നു ഇവിടെ ഗൈസ്. അങ്ങനെ ഇവിടെ രാവിലെ 9 മണിക്ക് 8-9 മണിക്ക് പോയ കറണ്ട് പിന്നെ വൈകിട്ട് 5:45 ഞാൻ KCBയിൽ വിളിച്ചതിന് ശേഷമാണ് കറണ്ട് വന്നത്. എന്തോ പണിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് തുണി കഴുകാനായിട്ട്, അല്ലെങ്കിൽ ഇന്നലെ കഴുകാനായിട്ടിരുന്ന തുണിയായിരുന്നു. അങ്ങനെ അതെല്ലാം തുണിയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അവിടെ കിടന്ന് ഉണങ്ങട്ടെ. അതിനുശേഷം ഞാൻ ചോറ് കഴിക്കാനായിട്ട് എൻ്റെ വയറിൽ വിശന്നു ഗൈസ്. അങ്ങനെ ചോറ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറ് നല്ല ചൂട് ചോറായിരുന്നു. പിന്നെ അവിയൽ, പിന്നെ മെഴുക്ക് പുരട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാം കൂടെയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വയ്ക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാണാൻ തന്നെ ഒരു ചിലയാണ്. പച്ച, ചുവപ്പ്, അങ്ങനെ കളറുകൾ കുറച്ചധികം ഉണ്ടല്ലോ. പിന്നെ അതിനുശേഷം മീൻ വങ്കടയുടെ തലയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത തൈരും ഉണ്ടായിരുന്നു. കുറച്ച് തൈരും പിന്നെ അച്ചാറും കൂടെ ആയപ്പോൾ കുശാൽ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള, അതായത് ഞായറാഴ്ചയായിരുന്നു, ഒരു ലേസി ഞായറാഴ്ച ആയിരുന്നു എനിക്ക്. പക്ഷേ എന്നാൽ ഞാൻ നേരത്തെയാണ് ചോറ് കഴിച്ചത്. ഒരു 12-1 മണിക്ക് മുമ്പ് ഞാൻ ചോറ് കഴിച്ചു. എനിക്ക് നല്ലതുപോലെ വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഓക്കെ, സി യു ഗൈസ്, വീണ്ടും കാണാം.